260 രൂപ മുടക്കിയാൽ കറണ്ട് പോയാലും നമ്മുടെയൊക്കെ വീടുകൾ ഇരുട്ടിലാവില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാനിവിടെ 260 രൂപയ്ക്ക് വാങ്ങിയ 3 12 വാട്ട്സിൻ്റെ ഇൻവെർട്ടർ LED ബൾബുകളാണ്. അപ്പോൾ ഈ ബൾബുകൾ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. ക്യാഷ് ഓൺ ഡെലിവറിയാണ് ഞാൻ കൊടുത്തത്, അതുകൊണ്ടാണ് 260 രൂപ ആയത്. നമ്മളിങ്ങനെയുള്ള ലൈറ്റുകളൊക്കെ മേടിക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ നമ്മൾ പേ ചെയ്യുവാണെങ്കിൽ 243 സംതിങ്ങിനൊക്കെ കിട്ടും നമുക്ക് ഈ ലൈറ്റ്. അതുപോലെ നമ്മൾ ഇങ്ങനെയുള്ള ഇൻവെർട്ടർ LEDകൾ നമ്മൾ കടയിൽ നിന്നൊക്കെയാണ് മേടിക്കുന്നതെങ്കിൽ ഒരു ബൾബിന് 350 മുതൽ 400 രൂപയ്ക്കാണ് ആവുന്നത്. അതിൽ ഈ ബൾബിൻ്റെ കൂടെ എനിക്കൊരു ക്യാഷ് ബാക്ക് കൂപ്പണും കൂടെ കിട്ടിയിരുന്നു. അതിൻ്റെ പൈസ ഒന്നും എനിക്ക് കയറിയിട്ടില്ല ഇതുവരെയായിട്ടും. അതുപോലെ എനിക്ക് ഈ ലൈറ്റ് ഇവിടെ സെപ്റ്റംബർ 11-ാം തീയതി കിട്ടിയതാണ്. ഞാൻ ഇത്രയും ദിവസം ഉപയോഗിച്ച് നോക്കിയിട്ടാണ് ഈ വീഡിയോ കൂടി ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ ലൈറ്റ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അടിച്ച് നോക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലെ ബാറ്ററിയും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം. അതുപോലെ ഈ ബൾബ് കറണ്ട് ഉള്ള സമയത്ത് 12 വാട്ട്സ് LED ആയിട്ടും കറണ്ട് പോയാൽ 5 വാട്ട്സിൻ്റെ LED ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ LED ബൾബ് LED ട്യൂബ് ഒക്കെ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ വാട്ട്സ് മാത്രം നോക്കി വാങ്ങരുത്, ലൂമിൻസിന് കൂടി മെൻഷൻ ചെയ്തൊക്കെ ലൈറ്റുകൾ നോക്കുക. ഈ ഒരു ബൾബ് 1300 ലൂമിൻസ് ആണ്. ലൂമിൻസ് ആണ് പ്രകാശത്തിൻ്റെ ആ ഒരു തീവ്രത മെൻഷൻ ചെയ്യുന്നത്. അതുപോലെ കറണ്ട് പോയാൽ 4 മണിക്കൂർ വർക്ക് ചെയ്യുന്നതാണ് ഇതിൽ മെൻഷൻ ചെയ്തേക്കുന്നത്. ഏകദേശം സത്യമാണ് സംഭവമൊക്കെ. ഞാനിവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. പിന്നെ 1 ഇയർ വാറണ്ടി പറയുന്നു, അതങ്ങനെയൊന്നും വലിയ ഉറപ്പില്ല. അതുപോലെ നമുക്കിവിടെ ഒരു ചെറിയൊരു ക്യാഷ് ബാക്ക് കൂപ്പൺ കിട്ടിയിരുന്നു. നമ്മൾ വാങ്ങിയ ലൈറ്റിന് 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുക. അത് കഴിഞ്ഞ് ഓർഡർ ID നമ്പർ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കാനാണ് പറയുന്നത്. ഞാൻ ഏകദേശം 12-ാം തീയതി സെപ്റ്റംബർ 12 അയച്ചിട്ട് ഇതുമായിട്ടും പൈസ ഒന്നും കയറിയിട്ടില്ല. അപ്പോൾ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഞാനിവിടെ മേടിച്ച 3 LED ബൾബും. 3ഉം വർക്കിംഗ് ആണ്, വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ടും ഇല്ല. 260 രൂപയ്ക്ക് നമുക്ക് നല്ലൊരു എമർജൻസി ലൈറ്റ് പോലും കിട്ടില്ല. അപ്പം നമുക്ക് 260 രൂപയ്ക്ക് ഇങ്ങനത്തെ 3 ബൾബ് കിട്ടുന്ന എന്തായാലും ലാഭം തന്നെയാണ്. പിന്നെ ഞാൻ ഈ ലൈറ്റ് വാങ്ങിയതിന് പിന്നിൽ വേറെ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. നമുക്ക് ഈ ലൈറ്റിനെ തന്നെ ഭാവിയിലേക്ക് ചെറിയ പോർട്ടബിൾ എമർജൻസി ലൈറ്റ് പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇതുള്ള LED ബൾബിൻ്റെ ബാക്കിൽ ഇങ്ങനെ നമ്മൾ പയ്യെ പ്രസ് ചെയ്താൽ തന്നെ ലൈറ്റ് തെളിയുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അറിയില്ലാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ലൈറ്റിൻ്റെ ബാക്കിൽ ഈ ഒരു B22 ക്യാപ്പിൻ്റെ പുറകിൽ നമ്മൾ കൈ കൊണ്ടൊന്ന് പതിയെ പ്രസ് ചെയ്താൽ മതി, ലൈറ്റ് തെളിയും. അപ്പോൾ അത്യാവശ്യ സമയങ്ങളിൽ നമുക്ക് ഈ രീതിയിലും ഉപയോഗിക്കാം. അതുപോലെ ഇങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ ലൈറ്റ് കംപ്ലൈൻ്റ് ആകുമോ അല്ലെങ്കിൽ ഷോക്ക് അടിക്കുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ഈ ഒരു ബൾബിൻ്റെ ബിൽഡ് ക്വാളിറ്റി, അപ്പോൾ ഇതിൻ്റെ ഒരു പുറമേയുള്ള ഒരു കവറിനൊന്നും വലിയൊരു ക്വാളിറ്റി ഒന്നുമില്ല. നമ്മൾ ഈ ലൈറ്റിന് മുടക്കുന്ന ഒരു പൈസ 260 രൂപയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ 3 ലൈറ്റ് കിട്ടുന്നതിൻ്റെ പേരിൽ ഇതിന് പ്രത്യേകിച്ച് വലിയ കുറ്റം പറയാനൊന്നുമില്ല. ആ ഒരു പൈസയ്ക്ക് ഓക്കെയാണ്, അത്രയേ ഉള്ളൂ. പിന്നെ ചൈന ലൈറ്റല്ല, മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ലൈറ്റിൽ നിന്ന് ഫുള്ളായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന ബാറ്ററി എത്ര mAh ആണെന്ന്, നല്ല ബാറ്ററി ആണെന്നൊക്കെ അറിയാനായിട്ടും അതുപോലെ ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന LED DOB അതൊക്കെ ഒന്ന് കാണാനായിട്ട് നമുക്കൊന്ന് എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ബൾബിൻ്റെ DOB ആണ് ഈ കാണുന്നത്. ഓൺ ബോർഡ് സർക്യൂട്ടാണ് എല്ലാം വരുന്നത്. LEDകൾ 2 ലെയറായിട്ടാണ് ഉള്ളത്. പുറമേയുള്ള ലെയർ AC-യിൽ വർക്ക് ചെയ്യുമ്പോൾ തെളിയുന്നു. ഉള്ളിൽ കൂടെ ഉള്ള ലെയറാണ് DC-യിൽ വർക്ക് ചെയ്യുമ്പോൾ, അതായത് ഇതിനകത്തുള്ള ബാറ്ററിയിൽ വർക്ക് ചെയ്യുമ്പോൾ തെളിയുന്നത്. അതുപോലെ DC-യിൽ വർക്ക് ചെയ്യുന്ന ഒരു LED ചിപ്പ് 3 വോൾട്ട് 0.5 വാട്ട്സിൻ്റെയാണ്. അത് ഈ ഒരു DOB-യിൽ തന്നെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള 0.5-ൻ്റെ 10 LED ചിപ്പുകളാണ് വരുന്നത്. അപ്പം DC-യിൽ വർക്ക് ചെയ്യുമ്പം 5 വാട്ട്സാണ് കിട്ടുന്നത്. ഇനി ഈ ഒരു ബൾബിൻ്റെ DOB AC-യിൽ വർക്ക് ചെയ്യുമ്പോൾ തെളിയുന്നത് ഈ DOB-യിൽ പുറമേയുള്ള ലെയറിലുള്ള LEDകളാണ്. ഈ പുറമേയുള്ള LED ചിപ്പുകൾ ഒരെണ്ണം 18 വോൾട്ട് 1 വാട്ട്സ് എന്നാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ 12 LED ചിപ്പുകളാണുള്ളത്. അതുപോലെ ഈ കാണുന്ന ഈ ഒരു സോക്കറ്റാണ് ഇതിലേക്ക് ബാറ്ററി കണക്ട് ചെയ്തേക്കുന്നത്. അതുപോലെ നമുക്കിതെല്ലാം സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു മേക്കിങ്. അതുപോലെ ഈ ഒരു ബൾബിലേക്ക് AC എന്ന് വരുന്ന 2 വയർ കണക്ട് ചെയ്യാനുള്ള ചെറിയ സോക്കറ്റും ഉണ്ട്. ഇതിനകത്ത് വയർ സോൾഡർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നേരെ എല്ലാം സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യുവാണ്. അതുപോലെ ഇത്രയും കുറഞ്ഞ വിലയിൽ ഇത്രയും നേരം ബാക്കി കിട്ടുന്ന ഈ ലൈറ്റ് തരുന്നതിലെ രഹസ്യം ഇതിൻ്റെ ബാറ്ററിയിൽ തന്നെയാണ്. ഇങ്ങനെയുള്ള ലൈറ്റുകളെല്ലാം ഉപയോഗിക്കുന്നത് 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററിയാണ്. അപ്പോൾ നമ്മൾ പുതിയ ലിഥിയം ബാറ്ററി ലോക്കലായിട്ട് കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ 140 മുതൽ 170 160 ഒക്കെയാണ് ആവുന്നത് 2000 mAh ഉള്ള ബാറ്ററിക്ക്. അപ്പോൾ അത്രയും വിലയുള്ള ബാറ്ററി ഒരിക്കലും നമുക്ക് ഈ ലൈറ്റിനകത്ത് വെച്ച് തരുമ്പം അവർക്കത് മുതലാവില്ല. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇതിനകത്ത് കുറഞ്ഞ mAh-ൻ്റെ ബാറ്ററി ആയിരിക്കും ഇതിനകത്ത് വെച്ചേക്കുന്നത്. ഒരിക്കലും കുറഞ്ഞ mAh-ൻ്റെ ബാറ്ററിയോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ബാറ്ററി അല്ല ഈ ലൈറ്റിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. ബാറ്ററിക്ക് ഒറിജിനലാണ്. ചെറിയൊരു പ്രശ്നമുള്ളത്, ഇത് പുതിയ ബാറ്ററി അല്ല, ഇത് ലാപ്ടോപ്പിൻ്റെയൊക്കെ ബാറ്ററി പാക്കിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്ന ബാറ്ററിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള ബൾബ് തെളിയുന്ന രീതിയിൽ ഇതിന് നല്ല ബാക്കപ്പും കിട്ടും. നമ്മളിവിടെ മേടിച്ച ബൾബിലെ ബാറ്ററിയാണ് ഈ കാണുന്നത്. അപ്പോൾ ലാപ്ടോപ്പിൻ്റെയൊക്കെ ബാറ്ററി പാക്കിനകത്ത് 6 ബാറ്ററി ആയിരിക്കും ഉള്ളത്. അപ്പോൾ 6 ബാറ്ററിയിൽ എല്ലാ ബാറ്ററിയൊന്നും ഡാമേജ് ആയിരിക്കില്ല. 1 2 ബാറ്ററിയോ അല്ലെങ്കിൽ ചിലതിനകത്ത് BMS ബോർഡായിരിക്കും ഡാമേജ്. അപ്പോൾ അങ്ങനെയുള്ള ബാറ്ററി പാക്കിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്ന ബാറ്ററിയാണ് ഈ ലൈറ്റിനകത്ത് അവർ ഉപയോഗിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഇതുപോലത്തെ 3 ബൾബുകൾ കിട്ടുന്നത്. അതുപോലെ ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന ലാപ്ടോപ്പിൻ്റെ യൂസ്ഡ് ബാറ്ററി ഇതും അങ്ങനെ വലിയ കുഴപ്പമായിട്ട് എടുക്കേണ്ട. നമുക്ക് ഈ ഒരു പൈസയ്ക്ക് ഈ ഒരു ബാറ്ററിയെ പ്രതീക്ഷിച്ചാൽ മതി. എന്തായാലും ഡ്യൂപ്ലിക്കേറ്റ് ബാറ്ററി വെക്കുകയോ അല്ലെങ്കിൽ കുറഞ്ഞ mAh ഉള്ള ബാറ്ററി വെക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതാണ് ഇങ്ങനത്തെ യൂസ്ഡ് ബാറ്ററി. ഞാനും ഇതുപോലെ പഴയ ലാപ്ടോപ്പിൻ്റെയൊക്കെ ബാറ്ററി പാക്ക് കളക്ട് ചെയ്ത് അതിലെ ബാറ്ററി ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ബാക്കപ്പ് കിട്ടുന്ന ബാറ്ററിയാണ് കിട്ടുന്നത്. അതുപോലെ ഈ ഒരു ബൾബിന് ഉപയോഗിച്ചേക്കുന്ന ഈ ഒരു ബാറ്ററി ഇതൊക്കെ എന്തായാലും അവർ ചെക്ക് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒരു ബാറ്ററിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. F പവർ
2024 എന്നൊക്കെ എഴുതിയിട്ടുണ്ടെന്തോ. എന്തായാലും നമ്മൾ കടയിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു 2000 mAh ഉള്ള ബാറ്ററി മേടിക്കുന്ന സമയത്ത് ഇപ്പം 140 160 ഒക്കെയാണ് ആവുന്നത്. അത്രയും രൂപയൊക്കെ കൊടുത്ത് മേടിച്ചാലും പറ്റിക്കപ്പെടാറുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ബാറ്ററി വിശ്വസിക്കാം. അതുപോലെ ലാപ്ടോപ്പിൻ്റെ പഴയ ബാറ്ററി പാക്ക് കളക്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ ബാറ്ററി ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഒരു DOBയിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യാൻ ഇങ്ങനെ ഒരു സോക്കറ്റും പിന്നെ AC ഇൻപുട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു സോക്കറ്റാണുള്ളത്. ഇതിൽ പ്രത്യേകിച്ച് വേറെ പറയാൻ മാത്രമായിട്ടൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷൻ. ഇതിൽ ബാറ്ററി കണക്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ ബാങ്കിൽ കൈ തൊടുവാണെങ്കിൽ ഇങ്ങനെയും നമുക്ക് ലൈറ്റായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ചെറിയ എമർജൻസി ലൈറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഉപകാരപ്പെടും. അതൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്ത് കാണിക്കാം. അതിൽ നമ്മൾ മൊബൈൽ ചാർജർ ഉപയോഗിച്ച് ബാറ്ററി ചാർജ് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ലൈറ്റിനകത്ത് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിരിക്കുന്നൊരു കാര്യം, ഇതിൻ്റെ ഒരു ഹൗസിന് ഉള്ളിലൊന്നും ഹീറ്റ് സിങ്ക് ഇല്ല. സാധാരണ ചില ലൈറ്റുകളുടെ ഉള്ളിൽ ഈ ഒരു ഹൗസിങ്ങിൽ ഹീറ്റ് സിങ്ക് ഉണ്ട്. അപ്പോൾ ഇതിനങ്ങനെയൊന്നുമില്ല. പിന്നെ ഇതിൽ ഉപയോഗിച്ചേക്കുന്ന ഈ ഒരു യൂസ്ഡ് ബാറ്ററി ഇത് ഞാൻ വലിയൊരു കുറവായിട്ട് ഞാൻ പറയുന്നില്ല. കാരണം ഞാനും ഇവിടെയുള്ള യൂസ്ഡ് ബാറ്ററി ഉപയോഗിച്ചതിൻ്റെ എക്സ്പീരിയൻസിലും പിന്നെ ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് നമുക്കിങ്ങനത്തെ 3 ബൾബുകൾ കിട്ടുന്നതിൻ്റെ പേരിലും അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മേടിക്കുക. അതുപോലെ ഞാനിവിടെ 3 ബൾബും അടിച്ച് നോക്കിയിരുന്നു. 3ലും യൂസ്ഡ് ബാറ്ററിയാണ് ഉപയോഗിച്ചേക്കുന്നത്. അതുപോലെ നമ്മുടെ വീഡിയോയൊക്കെ കാണുന്ന ആലപ്പുഴയുള്ള രാഹുൽ ബ്രോയും ഇതുപോലത്തെ ലൈറ്റ് മേടിച്ചെന്ന് പറഞ്ഞിരുന്നു ഇന്നലെ വിളിച്ചപ്പോൾ. രാഹുൽ ബ്രോയ്ക്ക് കിട്ടിയ ബൾബുകളിലും ഇതുപോലത്തെ യൂസ്ഡ് ബാറ്ററിയാണ് ഉപയോഗിച്ചേക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഞാൻ ഈ ലൈറ്റിൻ്റെ ബാറ്ററിയുടെ വെയിറ്റ് നോക്കിയിരുന്നു. 45 ഗ്രാമാണ് ഒരു ബാറ്ററി ഉള്ളത്. ഈ ഒരു ബാറ്ററി ഒറിജിനൽ തന്നെയാണ് സാധനം. ബാറ്ററി പഴയതാണെന്നേ ഉള്ളൂ. അതുപോലെ ഈ ഒരു ബൾബ് ഞാൻ മേടിച്ചതിൻ്റെ ഡീറ്റെയിൽ കൂടി കാണിക്കാം. ഞാനിത് മീഷോയിൽ നിന്നാണ് മേടിച്ചത്. 260 രൂപയ്ക്ക് എനിക്ക് 3 ലൈറ്റാണ് കിട്ടിയത്. ഓൺലൈനായിട്ട് നമ്മൾ പൈസ പേ ചെയ്യുവാണെങ്കിൽ 243 രൂപയ്ക്ക് കിട്ടും. അതുപോലെ നമുക്കിങ്ങനെ കിട്ടുന്ന ലൈറ്റുകൾ കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിട്ടേണും എക്സ്ചേഞ്ചും ഉണ്ട്. അതുപോലെ ഞാൻ മേടിച്ച ഈ ഒരു സെയിം ലൈറ്റിൻ്റെ തന്നെ ലിങ്ക് കോപ്പി ചെയ്തൊക്കെ ഈ ഒരു വീഡിയോയിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മേടിക്കാം. അതുപോലെ ഞാൻ വീണ്ടും 3 ലൈറ്റ് കൂട്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഓർഡർ ചെയ്തേക്കുന്ന ലൈറ്റ് എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ വീടിനടുത്തുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് തന്നെ പൈസ പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 243 രൂപയ്ക്കാണ് കിട്ടിയേക്കുന്നത്. അതുപോലെ ലൈറ്റ് മേടിക്കാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഈ ലൈറ്റ് ഞാനിവിടെ ഉപയോഗിച്ചിട്ട് എനിക്ക് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല ഇതുവരെയായിട്ട് നിലവിലിവിടെ ഞാൻ മേടിച്ച 3 ലൈറ്റും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും രീതിയിൽ കംപ്ലയിൻറ്റ് തോന്നുവാണെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ എനിക്കുണ്ടായിരുന്ന മറ്റൊരു സംശയം, ഈ ലൈറ്റ് വർക്ക് ചെയ്യുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റിംഗ് ഉണ്ടായിരുന്നു ഇതിൻ്റെ DOB. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് നേരം തെളിക്കുമ്പോൾ ഈ ഒരു DOB അടിച്ച് പോകുന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതുവരെയായിട്ടും കുഴപ്പമൊന്നുമില്ല. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം ഉപയോഗിച്ച് നോക്കിയിരുന്നു. ആ കാര്യം ഓക്കെയാണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ലാപ്ടോപ്പിൻ്റെ യൂസ്ഡ് ബാറ്ററി ആയതുകൊണ്ട് തന്നെ ബാക്കപ്പിൻ്റെ കാര്യത്തിലും ഒരു കുറവുമില്ല, നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഇതുപോലുള്ള ലൈറ്റ് വേറെ എവിടെയും കിട്ടില്ല എന്നുള്ള കാര്യം എന്തായാലും ഉറപ്പാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മേടിച്ച് നോക്കുക. ഉപയോഗിച്ച് നോക്കിയിട്ട് ഓക്കെ അല്ലെങ്കിൽ ഈ ലൈറ്റ് റിട്ടേൺ അയക്കുക. അതുപോലെ നമ്മളൊരു പുതിയ എമർജൻസി ലൈറ്റൊക്കെ മേടിക്കുന്ന വില വെച്ച് നമുക്ക് കമ്പയർ ചെയ്യുമ്പം 260 രൂപയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ 3 ബൾബ് കിട്ടുന്നതുകൊണ്ട് എന്തായാലും നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ നമുക്ക് ഈ ലൈറ്റിൻ്റെ ഈ ഒരു സ്പെയറും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെറിയൊരു പോർട്ടബിൾ എമർജൻസി ലൈറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.